ഹലോ അസ്സാമു അലൈക്കും. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബനാന കുംസി തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഒരു പാനിലേക്ക് 3/4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും പിന്നെ കുറച്ച് മുന്തിരിയും 3/4 കപ്പ് അളവിൽ തേങ്ങയും 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കുറച്ച് ഏലക്ക പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കോക്കനട്ട് ഫില്ലിങ് തയ്യാറായി. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് 2 നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത്, അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴമാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 2 മുട്ടയും 1/2 കപ്പ് അളവിൽ പാലും 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും എടുത്തിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ട് വരാം. എന്നൊരു പാനിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ട് നമ്മൾ പകുതി ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ കോക്കനട്ട് ഫില്ലിങ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അടുത്ത ലെയറായിട്ട് നമ്മളെ ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്താൽ തന്നെ നല്ല അടിപൊളിയിൽ കുക്കായി കിട്ടും. ഇനി മേൽഭാഗ്യം കുറച്ചൊന്ന് കളർ ചേഞ്ച് ആക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്യുക. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബനാന കുംസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.